നിങ്ങൾ ലിഫ്റ്റിലായിരിക്കുമ്പോൾ ലിഫ്റ്റ് പെട്ടെന്ന് നിൽക്കുന്നു. വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ഉടൻ തന്നെ നിങ്ങളുടെ ഹൃദയം വേഗത്തിലിടിക്കാനായിട്ട് തുടങ്ങും. കൈകൾ വിയർക്കും, ശ്വാസം വേഗത്തിലാകും, ചിലപ്പോൾ തല ചുറ്റുന്നത് പോലെ തോന്നാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ഫൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അപകടമുണ്ടെന്ന് ബ്രെയിൻ കരുതുമ്പോൾ സ്ട്രെസ് ഹോർമോണായ അഡ്രിനാലിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി ഹൃദയമിടിപ്പ് കൂടുകയും ശ്വാസോച്ഛ്വാസം വേഗത്തിലാകുകയും ചെയ്യുന്നു. ചിലർക്ക് ഇതൊരു പാനിക് അറ്റാക്ക് പോലെ അനുഭവപ്പെടാം. എന്നാൽ ഓർക്കുക, ആധുനിക ലിഫ്റ്റുകളിൽ ഒന്നിലധികം സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. വൈദ്യുതി പോയാലും ലിഫ്റ്റ് താഴേക്ക് പതിക്കുന്നത് സാധാരണമായി സംഭവിക്കുന്ന കാര്യമല്ല. അതുകൂടാതെ വായു കടക്കാൻ വേണ്ടിയുള്ള വെന്റിലേഷൻ സംവിധാനങ്ങളോട് കൂടിയാണ് ആധുനിക ലിഫ്റ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓക്സിജൻ കുറയും എന്നുള്ള ഒരു സംശയം വേണ്ട. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുമെങ്കിലും അത് പലപ്പോഴും ഭയവും പാനിക് അറ്റാക്ക് മൂലമുള്ള ഒരു അനുഭവമായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശാന്തമായിട്ടിരിക്കൂ. എമർജൻസി അലാം അല്ലെങ്കിൽ കോൾ ബട്ടൺ അമർത്തുക. കൂടാതെ അറിയാവുന്ന ആ ലൊക്കേഷനിലുള്ള ആരെയും പെട്ടെന്ന് കോൾ ചെയ്യുക. എന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുക. വാതിൽ ബലമായി തുറക്കാനായിട്ട് ശ്രമിക്കരുത്. ഒരു സെൽഫ് മെഡിറ്റേഷൻ ചെയ്യുക. അതായത് 4 സെക്കൻഡ് ശ്വാസം അകത്തേക്ക് എടുക്കുക, മെല്ലെ 6 സെക്കൻഡ് കൊണ്ട് പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് ഹൃദയമിടിപ്പ് കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും. സഹായം എത്തുന്നതുവരെ ലിഫ്റ്റിനുള്ളിൽ തന്നെ സുരക്ഷിതമായി കാത്തിരിക്കുക. ഓർക്കുക, പലപ്പോഴും അപകടത്തെക്കുറിച്ചുള്ള ഭയമാണ് ശരീരത്തെ കൂടുതൽ ബാധിക്കുന്നത്. നിങ്ങൾക്ക് ലിഫ്റ്റിൽ പെട്ടുപോയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.